വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായിട്ട് ശേഖരിച്ച അവിടുത്തെ പ്രസിദ്ധി ആർജിച്ച അതായത് ഒരുപാട് രോഗങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്ന ഔഷധക്കൂട്ടുകളിൽ നിന്നുള്ള ഒരു പ്രധാന കണ്ടന്റുകൾ ഷുഗറിനെ, പ്രഷറിനെ, കൊളസ്ട്രോൾ, ഇങ്ങനത്തെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളുണ്ട്. ഇതിനെയൊക്കെ തടയാൻ കഴിയുമോ ഈ പ്രൊഡക്റ്റ് കൊണ്ട്? തീർച്ചയായിട്ടും. രോഗങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് വരാതെ നോക്കുന്നത്, പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള 100% പിന്നെ അനുഭവത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു മെഡിസിൻ, ഒരു പ്രൊഡക്റ്റാണ്. തീർച്ചയായിട്ടും ശരീരത്തിന് ആവശ്യമായ എല്ലാ കണ്ടന്റുകളും ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് നമ്മളെ ശരീരം നല്ല എനർജിയിൽ നമുക്ക് എന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് രോഗങ്ങൾ വരാതെ നോക്കാം. ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം പെർഫെക്റ്റ് ആണ്. കാരണം ബ്ലോക്കിനെ, അതായത് നമ്മളെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുകയും നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയും കൂട്ടി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. 14 വർഷമായിട്ട് ഒരേ കണ്ടീഷനിൽ ഒരേ ക്വാളിറ്റി നല്ല മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കമ്പനിയാണ് എലിക്സർ മിക്സിന്റെ. 14 വർഷമായി ഈ പ്രൊഡക്റ്റ് മാർക്ക്. ഹായ് ഫ്രണ്ട്സ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങി നിരവധി ജീവിതശൈലി രോഗങ്ങൾ നമുക്കിടയിൽ ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഈ രോഗങ്ങളെല്ലാം പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയുമോ? അതിന് പര്യാപ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും നമ്മുടെ മാർക്കറ്റിലുണ്ടോ? നമുക്കറിയാം, ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും വീടുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എല്ലായിടത്തും ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ 1-2 ആളുകൾക്ക് ഈ അസുഖങ്ങൾ ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ ഒരു സർവേ നടത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇത്തരം ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി വളരെ അട്രാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതെ, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളെ മുഴുവൻ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രൊഡക്റ്റ് എന്നും ഇതിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ അതിൻ്റെ ഒരു പ്രൊമോട്ടർ നമുക്കൊപ്പം ഉണ്ട്. ആദ്യം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം, ശേഷം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അത്ഭുത സിദ്ധി എന്തെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹൈ സാർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ആദ്യം സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് അസൈൻ, ഞാൻ തിരൂർ താലൂക്കിലെ വൈലത്തൂരാണ്. പിന്നെ ഞാനൊരു അക്യുപഞ്ചർ തെറാപ്പിസ്റ്റാണ്. അതുപോലെ ഒരു പാരമ്പര്യ വൈദ്യസംഘത്തിലൊരു മെമ്പറാണ്. ഹെൽത്ത് കെയർ മാർഗത്തിൽ, അതായത് ആരോഗ്യ മേഖലയിൽ കുറേ കാലമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ സർ, ആക്ച്വലി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങളടക്കം പല അസുഖങ്ങളുമാണ്. ആക്ച്വലി ഈ രോഗങ്ങൾ വരിക എന്നുള്ളതിലുപരി, അല്ലെങ്കിൽ രോഗങ്ങൾ വന്നു കഴിഞ്ഞ ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതിലുപരി വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധയില്ലാതെ പലതും കഴിച്ചു കൂട്ടി അല്ലെങ്കിൽ പലതും ചെയ്തു നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നു. ശേഷമാണ് നമ്മൾ ഇതിനെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് പിന്നെ ഭേദമാകണമല്ലോ എന്ന് ചിന്തിച്ച് പല ട്രീറ്റ്മെൻറ്റുകളും നടത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആയുർവേദത്തിൽ തന്നെ ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് സാറ് നൽകുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്താണ്? ഇതിൻ്റെ പേര് എലിക്സർ മിക്സ് എന്നാണ്. ഇത് ശരിക്കും ഏതെങ്കിലും ഒരു മരുന്നിൽ നിന്നല്ല, ഏറെക്കുറെ 9ഓളം മരുന്നിൽ നിന്ന്, അതും വെറും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ പ്രസിദ്ധമായ ഒറ്റമൂലികളിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഔഷധമാണ്. ഔഷധം എന്ന് പറയുമ്പോൾ ഇത് മരുന്നല്ല, ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. ഫുഡ് സപ്ലിമെന്റ്, സ്റ്റെം സെൽ ഫോമിലുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ്. എന്താണ് ഇതിന്റെ പേര്? ഇതിന്റെ പേര് എലിക്സർ മിക്സ് എന്നാണ്. എലിക്സർ മിക്സ്. ഓക്കെ, ഇത് ബേസ് എവിടെയാണ്? ഇത് എവിടെ നിന്നാണ് ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഇന്ത്യയിലാണ്. പക്ഷെ ഇതിന്റെ മരുന്ന്, അതിന്റെ കണ്ടന്റുകൾ, മോളിക്യൂൾസ് ഒക്കെ എടുക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. ഓക്കെ, അമേരിക്കയിൽ നിന്നുണ്ട്, അതേപോലെ ബ്രസീലിൽ നിന്നുണ്ട്, പിന്നെ ചൈന, ടിബറ്റ്, ഇന്ത്യ, അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായിട്ട് ശേഖരിച്ച അവിടുത്തെ പ്രസിദ്ധി ആർജിച്ച, അതായത് ഒരുപാട് രോഗങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്ന ഔഷധക്കൂട്ടുകളിൽ നിന്നുള്ള ഒരു പ്രധാന കണ്ടന്റുകൾ. ഓക്കെ, ഇതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ
ഓക്കെ, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ളത് കൊണ്ട് തന്നെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് സേഫ്റ്റി ലൈസൻസും ഇതിനുണ്ട് അല്ലേ? ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഉണ്ട്, സൗദിയുടെ സൗദിയുടെ ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. യെസ്, അങ്ങനെ എല്ലാവിധ സർട്ടിഫിക്കേഷനോടും കൂടിയ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ ഓക്കെ സർ, ആക്ച്വലി ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഫുഡ് സപ്ലിമെന്റ് ആണെന്ന് സാർ പറഞ്ഞു. ഇതൊരു മെഡിസിനൽ പ്രൊഡക്റ്റ് അല്ല എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്കറിയാം ഇപ്പോൾ ഷുഗറിനെ, പ്രഷറിനെ, കൊളസ്ട്രോൾ, ഇങ്ങനത്തെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളുണ്ട്. ഇതിനെയൊക്കെ തടയാൻ കഴിയുമോ ഈ പ്രൊഡക്റ്റ് കൊണ്ട്? തീർച്ചയായിട്ടും. ഇത് പറയുന്നത് അനുഭവത്തിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. യെസ് യെസ്. അപ്പോൾ അതായത് ഇത് ശരിക്കും മരുന്നല്ല. ഇന്ന് നമുക്കുണ്ടാവുന്ന അസുഖങ്ങൾക്ക് മുഖ്യ കാരണം ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മളെ ഭക്ഷണക്രമം. നമ്മളെ ഭക്ഷണം, ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഇന്ന് കഴിക്കുന്നില്ല, ആവശ്യമില്ലാത്തത് ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ കണ്ടന്റുകളൊന്നും, അതായത് പിന്നെ ആന്റി ഓക്സിഡന്റ്, മിനറൽസ്, അമിനോ ആസിഡ്സ് ഒന്നും കിട്ടുന്നില്ല. അതൊന്നും കിട്ടാതെ വരികയും കുറേ കാലം അങ്ങനെ കിട്ടാതെ വരുമ്പോൾ ശരീരത്തിനും പിന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും രോഗഗ്രസ്തമാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. ഓക്കെ ഓക്കെ. അങ്ങനെ വരുമ്പോഴാണ് ആളുകൾ നിത്യരോഗികളായി മാറുന്നത്. അപ്പൊ അതിലേക്ക് പോകാതെ ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ നമ്മൾ ആദ്യം തന്നെ വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, കൃത്യമായ അളവിൽ കൊടുക്കുകയാണെങ്കിൽ എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കുക എന്നുള്ളതാണ് ശരീരത്തിന്റെ ഒരു ശാസ്ത്രം. ഓക്കെ ഓക്കെ. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പിന്നെ സവിശേഷത എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സർ? ഇതിന്റെ സവിശേഷത, ഇത് ഒന്നാമത്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്റ്റെം സെല്ലാണ്. സ്റ്റെം സെൽ എന്ന് പറയുമ്പോൾ നമ്മളെ കോശങ്ങൾ നിർമ്മിച്ചിട്ടുള്ള, മൂലകോശങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റെം സെൽ കൊണ്ടാണ്. ഇത് വെജിറ്റേറിയൻ, ഇത് വെജിറ്റബിൾ ഔഷധങ്ങളിൽ നിന്ന് എടുത്ത സ്റ്റെം സെല്ലാണ്. അപ്പൊ ഇത് ശരീരത്തിന് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫലം കിട്ടും. നമ്മൾ അലോപ്പതി മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഫലം കിട്ടുമല്ലോ, അതുപോലെ തന്നെ ഇത് ഫാസ്റ്റ് ആയിട്ട് ഫലം കിട്ടുകയും പിന്നെ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് പഥ്യങ്ങളൊന്നുമില്ല. വളരെ നമുക്ക് സാധാരണ ലെവലിൽ നമ്മളെ കണ്ടീഷൻ അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അലോപ്പതി മരുന്ന് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇത് രോഗങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ചികിത്സിക്കുന്ന, സാർ പറഞ്ഞല്ലോ, രോഗങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് വരാതെ നോക്കുന്നത്, പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള 100% പിന്നെ അനുഭവത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു മെഡിസിൻ, ഒരു പ്രൊഡക്റ്റാണ് എലിക്സർ മിക്സ്. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കഴിച്ചു, ഇത് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ശരിക്കും ഇത് സ്ഥിരമായിട്ട് കഴിക്കാനുള്ളതാണ്. അതായത് നമ്മൾ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കണമല്ലോ. നമ്മൾക്കൊരിക്കലും ഭക്ഷണം വിശപ്പ് മാറി നിർത്തി പിന്നെ അടുത്ത സമയം വിശപ്പ് നമ്മൾ ഭക്ഷണം കഴിക്കണം. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി അത് കിട്ടണമല്ലോ. അപ്പൊ അതിൽ വരുന്ന കുറവുകൾ പരിഹരിക്കാനാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു 50-100 രൂപ വരെ ചെലവ് വരുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വരുന്ന രോഗങ്ങളിൽ നമുക്ക് മുക്തി നേടാൻ പറ്റും. അതെ, അതാണ് ഇതിന്റെ ഏറ്റവും. കാരണം രോഗങ്ങൾ വന്നാൽ അതിൽ നിന്ന് മുക്തി നേടുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല. നമുക്കൊരാൾക്ക് ഷുഗർ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറാവ്യാധി രോഗമായിട്ടാണ് മാറുന്നത്. അല്ലെങ്കിൽ അയാളെ ഇപ്പോഴുള്ള ചികിത്സാ രീതികളിൽ കൂടി മാറാരോഗികളായി മാറും. കാരണം ഏത് ചികിത്സക്കും അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അയാൾ നിത്യരോഗിയായി മാറുന്നു. അപ്പൊ രോഗങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാർഗം പച്ചക്കറി, നമ്മളെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിത ചെലവ്, നല്ലൊരു സംഖ്യ കൂടുന്നുണ്ട്. അതേപോലെ അതിൽ നമുക്ക് പരിപൂർണമാവുന്നില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാവിധ മിനറൽസും ആന്റി ഓക്സിഡന്റും വൈറ്റമിൻസും ഒന്നും അതിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് പകരം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിന് ആവശ്യമായ എല്ലാ കണ്ടന്റുകളും ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് നമ്മളെ ശരീരം നല്ല എനർജിയിൽ നമുക്ക് എന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് രോഗങ്ങൾ വരാതെ നോക്കാം. ഓക്കെ, നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ ഒരു ബോക്സിൽ 2, 4, 5 ശേഷകളാണ്. 1.5 ഗ്രാം വരുന്ന 5 ശേഷകളാണ്. ഓക്കെ ഓക്കെ. ഇതാണ്
ആ അത്ഭുത പ്രൊഡക്റ്റ് അല്ലെ? ഇത് കാഴ്ചക്ക് ചെറുതാണ്, പക്ഷെ ഇത് കാഴ്ചക്ക് ചെറുതാണ്, ഫലത്തിൽ വളരെ വലുതാണ്. വളരെ വലുതാണ്. ഇത് എങ്ങനെയാണ് സാർ ഇതിന്റെ യൂസേജ്, എങ്ങനെ ഉപയോഗം എങ്ങനെ? ഇതിന്റെ യൂസേജ് ഇത് നമ്മൾ ഈ ഒരു ശേഷം 1.5 ഗ്രാമാണ്. ഇത് നമ്മൾ 6 ദിവസം മുതൽ 9 ദിവസം വരെയാണ് ഉപയോഗിക്കേണ്ടത്. 6 ദിവസം മുതൽ 9 ദിവസം വരെ. അത് ക്വാണ്ടിറ്റി നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ആളുടെ എനർജി ലെവൽ നോക്കിയിട്ട് അയാൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഇപ്പൊ സ്വല്പം കൂടിയെന്ന് വിചാരിച്ചോ കുറഞ്ഞെന്ന് വിചാരിച്ചോ ഒരു പ്രശ്നമില്ല. ഓക്കെ. ഇപ്പൊ എന്നെ പോലത്തെ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു 6 ദിവസം മുതൽ 9 ദിവസം വരെ ഉപയോഗിക്കാം. കുഴപ്പമില്ല. എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം? അതിന്റെ ഉപയോഗം ഇത് ഒരു ടൈം ഉപയോഗിച്ചാൽ മതി. ഇത് നമ്മൾ രാത്രി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് അല്പം, അതായത് ഇത് 9 പാർട്ടാക്കുക. അങ്ങനെ 9 പാർട്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒരല്പം ആ ഒരു പാർട്ട് എടുത്തിട്ട് ഇത് നമ്മൾ നാവിന്റെ ചോട്ട്, നമ്മുടെ നാവിന്റെ തുമ്പ് മേലെ അണ്ണാക്കിലേക്ക് തട്ടിക്കണ സമയത്ത് താഴെ വരുന്ന ജോയിന്റ് ഭാഗത്താണ് നമ്മൾ ഇടേണ്ടത്. അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് അലിയിച്ച് കളയാം. 2 മിനിറ്റ് നമ്മൾ നേരം വെയിറ്റ് ചെയ്താൽ അലിഞ്ഞു പോകും. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം 2 ഗ്ലാസ് കുടിക്കുക. പിന്നെ പകൽ സമയം ധാരാളം വെള്ളം കുടിക്കുക. കാരണം നമ്മൾ ഇത് ശരീരത്തിന് ആഗിരണം ചെയ്ത് ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്ക് എത്താൻ ധാരാളം വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ശരിക്കുള്ള ഗുണം കിട്ടുന്നത്. ഇത് രാത്രി കഴിക്കലാണോ ബെസ്റ്റ്? രാത്രി നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാം, പക്ഷെ ഏറ്റവും ബെറ്റർ രാത്രി ഉപയോഗിക്കും. കാരണം രാത്രി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ട്രീറ്റ്മെന്റ് സിസ്റ്റം ആക്റ്റീവ് ആകുന്ന സമയമാണ്. അപ്പൊ ആ സമയത്തേക്ക് നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ല നമുക്ക് കാലത്ത് വെറും വയറ്റിലോ അല്ലെങ്കിൽ ഏതൊരു സമയത്തും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉപയോഗിച്ചാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാനും പാടുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഞാനൊരു വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പിന്നെ ഉപയോഗിക്കാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ഇത് ഇതുവരെ ഉപയോഗിച്ച് ശീലമില്ലാത്ത ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം ശരീരത്തിൽ പല മാറ്റങ്ങളും ഇതുകൊണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ബാഡ്ലി ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും? തീർച്ചയായിട്ടും. ഒന്ന് പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്, അതായത് നമുക്കിപ്പോൾ പല ആളുകൾ ഇപ്പോൾ ഒരു 35-40 വയസ്സ് കഴിഞ്ഞാൽ, ഇപ്പം മിക്കവാറും ആളുകൾ 40-45 കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാൻ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ ഒരു മടിയാണ്. നമ്മൾ വിചാരിക്കും അത് മടി കൊണ്ടാണ്, ഒരിക്കലും അല്ല. നമ്മളെ IQ അത് അത്രയും ലോ ലെവലിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ, അവര് നമ്മൾ എത്ര പിടിച്ചു വെച്ചാൽ അവർ ഓടി കളിച്ചുകൊണ്ടേ ഇരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി. എന്തുകൊണ്ടാണ്? അവർ IQ ലെവൽ അത്രയും ഹൈ ആണ്. നമുക്ക് അതല്ല, നമുക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചില വൈറ്റമിൻസ്, ചില മിനറൽസ് ഒന്നും നമുക്ക് ശരീരത്തിന് ഉത്പാദിപ്പിക്കാൻ കഴിയാതെ വരും. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കണം. അപ്പൊ അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഇരുന്നാൽ പിന്നെ എണീക്കാൻ മടിയാവും, എണീക്കാൻ ഒരു പ്രയാസം. എണീച്ചാൽ പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ ഒരു മടി വരുന്നതിൻ്റെ. അപ്പൊ ആ ഒരു പ്രയാസം പെട്ടെന്ന് 1-2 ദിവസം ഇത് ഉപയോഗിക്കുന്നതോടുകൂടി നമ്മളത് മറന്നുപോകും. നമുക്ക് ജോലി ചെയ്യാൻ വളരെ എനർജി ഫീൽ ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ തുടക്ക ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ആയുർവേദ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ചെറിയ സൈഡ് എഫക്റ്റ് അല്ല, അത് എഫക്റ്റ് ആണ്. അത് എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ക്ഷീണം തോന്നാം. ഇതിപ്പോ നമുക്ക് ചില അപൂർവം കേസുകളിൽ ചിലപ്പോൾ പനിയോ ജലദോഷമോ വരാം. കാരണം തലവേദന സ്ഥിരമായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അയാളെ സൈനസിലൊക്കെ കഫം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കളയും. ഇതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് 3 ലെവലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ശരീരത്തിന് ഞാൻ പറഞ്ഞല്ലോ ബ്ലഡ് സർക്കുലേഷൻ വളരെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. നമ്മളെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കിക്കൊണ്ട്, ഉത്തേജിപ്പിച്ചുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും. കാരണം കിലോമീറ്റർ കണക്കിന് ദൂരമുണ്ട് നമ്മൾ ഹാർട്ടിൽ നിന്ന് നമ്മളെ കാലിന്റെ വിരലിലേക്ക് ബ്ലഡ് ഒഴുകാൻ വരുന്ന ചെറിയ ഞരമ്പുകളിൽ കൂടിയാണ് ഒഴുകുന്നത്. അത്രയും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കിലോമീറ്റർ കണക്കിന് ദൂരമാണ്. അത്രയും ദൈർഘ്യത്തിൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പെർഫെക്റ്റ് അല്ല എങ്കിൽ ആ ഭാഗത്ത് തരിപ്പോ മരവിപ്പോ വരാം. ക്രമേണ ഒരു ബ്ലോക്ക് വരാം. അങ്ങനെ വരുമ്പോൾ പിന്നെ ആ ഭാഗങ്ങളിൽ സർക്കുലേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡോട്ട്, ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാതെ വരും. സ്കിന്നിന്റെ നിറം മാറിപ്പോവും. അങ്ങനെ മരവിപ്പ് വരാം, പലതും വരാം. അങ്ങനെയാണ് ഈ ക്യാൻസർ ഒക്കെ പെട്ടെന്ന് പടർന്നു പിടിക്കാനുണ്ടാവുന്ന ഒരു കാരണം. സർക്കുലേഷൻ ക്ലിയർ അല്ലാതെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പെട്ടെന്ന് ഇത് സർക്കുലേഷൻ ആക്റ്റീവ് ആക്കുന്നതോട് കൂടിയിട്ട്
അസുഖങ്ങളൊക്കെ മാറിപ്പോകുന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. എൻ്റെ ഒരു അനുഭവം, ഞാൻ ഒരിക്കൽ അപ്പോൾ ഇവിടെ നിന്ന് ബൈക്ക് ഓടിച്ചിട്ട്, ഞാൻ സാധാരണ എനിക്ക് ഏറ്റവും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ടൂ വീലറാണ്. അങ്ങനെ പോണ സമയത്ത്, ഞാൻ പാലക്കാട് പോകുന്ന സമയത്ത്, അന്ന് ഞാൻ എലിക്സർ മിക്സ് ഉപയോഗിക്കാറുണ്ടെങ്കിലും എനിക്കതിൻ്റെ ഗുണങ്ങൾ ശരിക്കും മനസ്സിലായിട്ടില്ല, ഉപയോഗിച്ച് വരുന്നേ ഉള്ളൂ. ആ സമയത്താണ്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് കുറേ ദൂരം വണ്ടി ഓടിച്ചപ്പോൾ എൻ്റെ കയ്യിന് മരവിപ്പ്, തരിപ്പ്, വേദന, കടച്ചിൽ വന്നു. അങ്ങനെ വന്ന സമയത്ത് പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിക്കാൻ പ്രയാസമായി. ഞാൻ ചില സമയത്ത് കൈ തൂക്കിയിട്ടിട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാണ്. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്ന്, ഞാൻ എൻ്റെ കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശേഷ എലിക്സർ മിക്സിൻ്റെ പാക്ക്, ഒരു ശേഷ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഇത്. ഞാൻ അപ്പം എടുത്ത് ഉപയോഗിച്ചു. ശരിക്കും ഞാൻ അവിടെ നിന്ന് പോയി കുറേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ കടച്ചിലൊക്കെ കുറഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കംപ്ലീറ്റ് ഞാൻ വണ്ടി ഓടിച്ചു. എനിക്കത് ആ ഒരു സംഭവം തന്നെ ഉണ്ടായില്ല. അതിൽ നിന്ന് ഞാൻ ഇന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കി എത്രയും പെർഫെക്റ്റ് ആണ് സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റ് ആയിട്ട് മൂവ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും അധികം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്ന് പേടിച്ച് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെറിയൊരു ഗ്യാസ് ട്രബിൾ വരുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്ന ഫീലിംഗ് ഇതുപോലെ അറ്റാക്ക് ആണോ അങ്ങനെ പേടിക്കുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ ഇത് ഉപയോഗിച്ചാൽ മതി. തീർച്ചയായിട്ടും ഗ്യാസ് ട്രബിൾ മാറും എന്നല്ല ഞാൻ പറഞ്ഞു. ഗ്യാസ് ട്രബിളും മാറും, കാരണം വയറ് ക്ലിയർ ആക്കി കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം പെർഫെക്റ്റ് ആണ്. കാരണം ബ്ലോക്കിനെ, അതായത് നമ്മളെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുകയും നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയും കൂട്ടി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഓക്കെ. ഇനിയിപ്പോൾ ഇത് ഏതെങ്കിലും അസുഖമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരം ആളുകൾക്ക് കഴിക്കാതിരിക്കേണ്ടതുണ്ടോ, അതായത് കഴിക്കാൻ പറ്റാത്തതുണ്ടോ? കഴിക്കാതിരിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ നമുക്ക് അതായത് ബൈപ്പാസ് സർജറി പോലെയുള്ള വലിയ സർജറികൾ കഴിഞ്ഞ ആളുകൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ടോക്സിൻസ് റിമൂവിങ് ആണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, സർക്കുലേഷൻ കൂട്ടും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടോക്സിൻ റിമൂവ് ചെയ്യാൻ, നമ്മളെ കോശങ്ങളുടെ ഉള്ളിൽ നിന്ന് പോലുള്ള ടോക്സിൻസിനെ പുറന്തള്ളും. അങ്ങനെ വരുമ്പോൾ ബോഡി പെയിന്, പിന്നെ നമുക്ക് എവിടെയെങ്കിലും വല്ല സർജറി ഒക്കെ കഴിഞ്ഞാൽ ഭാഗത്തേക്ക് ചിലപ്പോൾ നീര് വരാം, അവിടെയൊക്കെ പെയിന് വരാം. അങ്ങനെ വരുമ്പോൾ അയാൾക്കതൊരു വിഷമായി മാറുമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ അവർ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. മുലയൂട്ടുന്ന അമ്മമാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോക്സിൻസ് മുലപ്പാലിൽ കൂടി കുഞ്ഞിലേക്ക് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ കിഡ്നി 100% ഫെയിലായ ആളുകൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം വെള്ളം കുടിക്കൽ നിർബന്ധം, കുടിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ ഗുണം കിട്ടൂ. അപ്പൊ അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാത്ത കേസിൽ ഉപയോഗിക്കാം. അപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി എനിക്ക് ചോദിക്കേണ്ടത്. സാധാരണക്കാർക്ക് ഇതിപ്പോ ഒരു 50 രൂപ മുതൽ 100 രൂപ വരെ നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മൾ എന്നും നല്ല പെർഫെക്റ്റ് ആയി നിൽക്കാൻ വേണ്ടി മുടക്കാൻ ആർക്കെങ്കിലും മടിയുണ്ടാവോ? ഉണ്ടാവില്ല. ഇല്ലേ? ഈ കാലത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത്രയും വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ചികിത്സാ ചെലവാണെങ്കിൽ ഭാരിച്ച ചെലവാണ്. 3500, 4000, 5000 ഒന്നും ഒരു ചികിത്സ അല്ലാത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇത് സാധാരണ ഒരു നോർമലായിട്ട് ഒരാൾക്ക് ഒരു 50 രൂപ മുതൽ 100 രൂപയ്ക്കിടയിലേ ഇത് വരുള്ളൂ. ഒരു 75 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാം. എന്നാൽ അതിന്റെ ഗുണങ്ങളോ വളരെ വളരെ ഗുണമാണ്. അപ്പൊ അത് മനസ്സിലാക്കിയ ആളുകൾ ഇത് ഒഴിവാക്കില്ല. ഓക്കെ. അപ്പോൾ ആളുകൾക്ക് പിന്നെ അവരുടെ ഹെൽത്തിൽ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കട്ടെ, അല്ലേ? കാരണം നമുക്കറിയാം, ഒരുപാട് ആളുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളടക്കം ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ആളുകൾ കഷ്ടപ്പെടുകയാണ്. അത്തരം കഷ്ടപ്പാടുകളില്ലാതെ നമുക്ക് പലപ്പോഴും ഫൈനാൻസ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ സാമ്പത്തികത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. പക്ഷേ സാമ്പത്തികം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഹെൽത്തിന് നമുക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അപ്പോൾ ഹെൽത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് എലിക്സർ മിക്സ്. ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. 14 വർഷമായിട്ട് ഒരേ കണ്ടീഷനിൽ ഒരേ ക്വാളിറ്റി നല്ല മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കമ്പനിയാണ് എലിക്സർ മിക്സിന്റെ. 14 വർഷമായി ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട്. ഇത് അന്നും ഇന്നും ഒരേ ക്വാളിറ്റിയാണ്. ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രാധാന്യം നൽകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങേണ്ടതുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുവാൻ വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഞാനിത് ഇത്രത്തോളം ആധികാരികമായിട്ട് പറയാനുള്ള കാരണം ഞാനും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഇതൊന്ന്
ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 100% ഇതിൽ വിശ്വാസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാക്കി ഇതിനെ കൊണ്ടുവരാൻ കഴിയും. സോ എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇതിൻ്റെ ഒരു വലിയൊരു അപ്ഡേഷൻ നൽകിയതിന് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. എന്തായാലും ഇവരുടെ അടക്കമുള്ള കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം ഇതുമായിട്ടുള്ള ഒരുപാട് അപ്ഡേഷൻസ് നമുക്കൊരു വീഡിയോ കൊണ്ട് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇനിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടായിരിക്കും. അതെല്ലാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഫീഡ്ബാക്കും ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഇതുവരെ കഴിച്ച ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകരിക്കും. ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഒരു റിസൾട്ട്, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്നും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു വളരെ എളിയൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സർ, അപ്പോൾ ഒരുപാട് താങ്ക്സ് പറയുകയാണ്.